പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ഒത്തിരി സന്തോഷത്തോടെ നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ജാഫറിക്ക, പ്രചോദേട്ട ആൻഡ് നസീർക്ക. സ്കിറ്റ്, തമാശ, സ്റ്റാൻഡപ്പ് എന്താ വേണ്ടേ, എല്ലാം റെഡിയാ. പുതിയൊരു ടീം വരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന സൂര്യശ്രീ വേറെ രണ്ടുപേരും കൂടെ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു ടീമായി അവർ വരുന്നു. ലെറ്റ്സ് വെൽക്കം അനീഷ്, റാണി, സാബു ആൻഡ് സൂര്യശ്രീ. ഇത് ഐറ്റം വേറെ. മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്, മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്, കനവില് വന്നോ. എന്റെ ദൈവമേ, ലോൺ അടയ്ക്കാനുള്ള കാശിന് വേണ്ടി ഞാൻ കേറി ഇറങ്ങാത്ത വീടുകളില്ല. ഒരുത്തിയുടെ കയ്യിൽ ഒരു 10 പൈസ എടുക്കാനില്ല. ഞാൻ ആ ജലജയുടെ വീട്ടിൽ ചെന്ന് ഇച്ചിരി പൈസ ചോദിച്ചപ്പോ അവിടെ കയ്യിൽ ഇല്ലെന്ന്. പകരം ഈ ആന്തൂര്യത്തിന്റെ ചെടി തന്നിട്ട് പറയുക, ഇത് കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചാൽ മതി, ഐശ്വര്യവും വരും പണവും വരുമെന്ന്. ഇതൊക്കെ എന്തൊരു അന്ധവിശ്വാസമാണെന്ന് എനിക്കറിയത്തില്ല. അയ്യോ എന്റെ ദൈവമേ, ആ ലോണിന്റെ ആൾക്കാരായിരിക്കും. ഹലോ, ഇങ്ങോട്ടോ? വേണ്ട വേണ്ട, ലോണിന്റെ കാശുമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരും. ഓ എന്റെ ദൈവമേ, ആ പെണ്ണുങ്ങളെല്ലാം കൂടി ഇപ്പൊ കേറി ഇങ്ങോട്ട് വരും. നിനക്ക് എന്നാത്തിന് സോക്കയാടി? മനുഷ്യരെ കിടന്ന് ഉറങ്ങാൻ നീ സമ്മതിക്കത്തില്ലയോ? അയ്യോ, അത് നശിപ്പിച്ച് നിങ്ങൾ ആ ആന്തൂര്യത്തിൽ കയറി ചവിട്ടി. ആരാണ് ഈ വൃത്തികെട്ട പണി ഈ വീട്ടിൽ കാണിച്ചു വെച്ചത്? ആ വാസുവിന്റെ 3 വയസ്സുള്ള ചെറുക്കനായിരിക്കും. എടി, നിനക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടേടി അവനോട്, അല്ലെങ്കിൽ ഒരു സ്നാക്കെങ്കിലും മേടിച്ചിട്ടുകൂടെ? എന്റെ മനുഷ്യ, ഇത് വീട്ടിൽ കൊണ്ടുവച്ച ഐശ്വര്യം ഉണ്ടാകുമെന്ന്. ഇതൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചാൽ ഐശ്വര്യം ഉണ്ടാവൂടി. ആന്തൂര്യം ഒരു ചെടി. ചെടിയാ? ചെടിയായിരുന്നാ? ഈ ചെടിക്കൊക്കെ ഇങ്ങനൊക്കെ പേരിട്ടത് ആരാടി? നിങ്ങൾക്കറിയോ, ഈ വീട്ടിൽ തീ തിന്നാ ഞാൻ ജീവിക്കുന്നത്. അയ്യോ, ഇവിടെ രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല, ഇവിടെ തീയാ വാരി തിന്നുന്നേ. എന്റെ വായിലിരിക്കുന്നൊന്ന് കേക്കരുത്. നിങ്ങളെ ഞാൻ എന്ന് കല്യാണം കഴിച്ചോ, അതാ എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ ചതി. നീയാടി എന്നെ ചതിച്ചത്. എടി, നിന്നെ പെണ്ണുകാണാൻ നിന്റെ വീട്ടിൽ ഞാൻ വന്നപ്പോ എന്തുവാ പൊട്ടിയൊക്കെ വാരി അടിച്ച് മേക്കപ്പെട്ട് ഇവിടെ ഇറങ്ങി വന്ന് ഞാൻ വിചാരിച്ച് യഥാർത്ഥത്തിൽ നിന്റെ കോലം ഇതായിരിക്കുമെന്ന്. പിന്നീടല്ലേടി എനിക്ക് മനസ്സിലായത്. അലാവുദ്ദീന്റെ അത്ഭുത വിളക്കും മേക്കപ്പ് ഇട്ട പെണ്ണുങ്ങൾ ഒരേ കണക്കാടി. അതെന്താ? എടി, തേച്ചൊന്ന് ഒരക്കണം, യഥാർത്ഥ ഭൂതം വെളി വരും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഭൂതം. എന്റെ കുഞ്ഞിനെ ഓർത്ത് മാത്രമായി ഇപ്പോഴും ആത്മഹത്യ ചെയ്യാതെ ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത്, അറിയാമോ? ഇന്നേ വരെ എനിക്കോ എന്റെ കുടുംബത്തിനോ വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ മനുഷ്യ? ഇതാടി പറഞ്ഞ നന്ദി വേണമെന്ന്. നിന്റെ ചേട്ടത്തി ഒരുത്തി ഡിവോഴ്സ് ആയിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന ഓർമ്മയുണ്ടോ? ഉണ്ടാടി നിനക്ക്? എടി, അവക്ക് പുനർവിവാഹം വേണമെന്ന് പറഞ്ഞ് ഞാനാണ് പത്രത്തിൽ പരസ്യം കൊടുത്തത്. നിങ്ങൾ പത്രത്തിൽ എന്തോന്നാ കൊടുത്തേ? സന്ധ്യ 30 വയസ്സ് കുട്ടികളില്ല, മറ്റു ബാധ്യതകളെ ഇല്ലെന്ന്. എന്നിട്ട് പത്രത്തിൽ എന്തോന്നാ വന്നേ? എന്തുവാ? സന്ധ്യ 30 വയസ്സ് കുട്ടികളില്ല, ഒരു സാധ്യതയില്ലെന്ന്. അതൊരു അക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയോ എന്റെ മിസ്റ്റേക്കാണ്. ആ ഒരു അക്ഷരം മാറിയതുകൊണ്ടാ ഇപ്പോഴും അവൾ ഈ വീട്ടിൽ കയറി നിൽക്കുന്ന, അറിയാമോ? ലോണിന്റെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഞാൻ എന്തോ വേണം? നീ ഒരു 1-2 അങ്ങോട്ട് എടു. അയ്യടാ, പുതിയത് എടുക്കാനല്ല, എടുത്ത ലോൺ തിരിച്ചടക്കാൻ അവര് വിളിച്ചത്. അയ്യോ, ഞാൻ ലോൺ എടുക്കുകയും വേണം, അത് തിരിച്ചടക്കുകയും വേണം. ഏതെങ്കിലും ഒരു വീടിന്റെ മുമ്പിൽ 3 പെണ്ണുങ്ങൾ കൂടി നിൽക്കുന്ന കണ്ടാ മതി, അപ്പൊ ഇങ്ങാരോടി അടുക്കളയിലോട്ട് കയറി വരും. എന്നിട്ട് മീൻ കഴുകിക്കൊണ്ടിരിക്കുന്ന എന്റെ മൂട്ടിലിട്ടൊരു തട്ട, എടുക്കടി ലോണ്, എടുക്കടി ലോണ്, എടുക്കടി ലോണ്. 1.5 ലക്ഷം രൂപ തിരിച്ചടക്കാൻ എന്ത് മനുഷ്യ? വടയല്ലടി വടി. ഈ അടവിന്റെ കാര്യം പറയുമ്പോ എനിക്ക് തലയ്ക്ക് പ്രാന്താ. ഇനി മേലാ ലോണിന്റെ ആൾക്കാരെങ്ങാണ് ഇവിടെ വരുമ്പം എന്റെ അടുത്ത് എടുക്കടി ലോണ്, എടുക്കടി ലോണ്, എടുക്കടി ലോണ് എന്ന് പറഞ്ഞങ്ങനെ വന്നാ നോക്കിക്കോ, ആ പെണ്ണുങ്ങളെല്ലാം കൂടി ഇപ്പൊ ഇങ്ങോട്ട് കയറി വരും. ആ സ്റ്റീഫന്റെ ഭാര്യ വരൂ? അല്ല, പെണ്ണുങ്ങൾ എത്ര പേര് വരും, എത്ര ഗ്ലാസ് ചായ വേണം എന്നൊക്കെ നമുക്ക്. അപ്പൊ സ്റ്റീഫന്റെ ഭാര്യയോ? അതെ, സ്റ്റീഫന്റെ ഭാര്യ വന്നോട്ടെ. സ്റ്റീഫന്റെ ഭാര്യയോട് എനിക്ക് ചോദിക്കാനുണ്ട്. എന്തോന്ന്? സ്റ്റീഫന് സുഖമാണോ എന്നൊക്കെ ഒന്ന് ചോദിക്കണ്ടേ? അത് സ്റ്റീഫനോട് നേരിട്ട് അങ്ങ് ചോദിച്ചാ പോരെ? അവനോട് ഞാൻ മിണ്ടത്തില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റീഫനോട് ചോദിച്ചു,
എന്റെ സ്റ്റീഫ, നീ നാട്ടിൽ ഇങ്ങനെ ജോലി ചെയ്താൽ ശരിയാവുമോ? വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്. ഒരു 5-6 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ പോരെ. പിന്നെ ഇനി അഥവാ എന്തെങ്കിലും എമർജൻസി അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഇല്ലേടി ഇവിടെ ഓടിച്ചെല്ലാൻ. ഇത്ര ഞാനൊന്ന് പറഞ്ഞപ്പോ സ്റ്റീഫൻ എന്റെ അടുത്ത് ഒറ്റ വർത്താനം. നിന്റെ തന്തയല്ല എന്റെ തന്ത. നിങ്ങൾക്ക് അത് തന്നെ വേണം. രാവിലെ വയറ് വിശക്കുന്നു, നീ കിച്ചണിൽ പോയി എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടോ ചെല്ല്. അതൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങൾക്ക് എന്തുവാ വേണ്ടതെന്ന് പറ, അത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് തരാം. എന്റെ മോക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കിണ്ടോ? വേണ്ട, എന്റെ പൊന്നിന് ഇഷ്ടമുള്ള എന്തുവാന്ന് പറ, അത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് തരും. പുട്ടുണ്ടാക്കും. യ്യോ, വെള്ളം കുടിച്ച് ഊപ്പാട് വരുത്തില്ലയോ? പിന്നെ ഇടിയപ്പം ഉണ്ടാക്കടി. അതിന്റെ കുരുക്കൊക്കെ അഴിച്ചിട്ട് അത് എപ്പ തിന്ന് തീർക്കാനാ? എന്നാ ഇച്ചിരി ഉപ്പുമാവ് ഉണ്ടാക്ക്. അയ്യോ, നെഞ്ചരിയത്തില്ലയോ? എന്നാ അത് വിട്, 2 ഇഡലി ഉണ്ടാക്കിക്കൊണ്ടു. ഇവിടെ 16 അടിയന്തരം നടക്കുന്ന ഇഡലി പുഴുങ്ങി തിന്നാൻ. വാവേ, പിന്നെ പൊന്നെ, എന്റെ മോക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കൊണ്ടു വാ. എനിക്ക് ചേട്ടന് എന്ത് ഇഷ്ടമെന്ന് പറ, അത് ഞാൻ ഉണ്ടാക്കി തരും. നീ എനിക്കിട്ട് ഉണ്ടാക്കല്ലേ? നീ കുറെ നേരം അതുണ്ടാക്കി ഇതുണ്ടാക്കുന്ന പറഞ്ഞിട്ട് എനിക്കിട്ട് കയറി ഉണ്ടാക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കുന്നു പറഞ്ഞ അടുക്കളയിൽ എന്തായാലും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ മനുഷ്യ? വല്ല പണിക്കിറങ്ങി പോ മനുഷ്യ. എന്റെ കർത്താവേ, ഇവിടെ തല വെള്ളടി വെട്ടത്തേ ഉള്ളൂ. എടി, നിന്റെ പറച്ചിൽ കേട്ടാ ഞാൻ എന്താ പണിക്കും വേലയ്ക്ക് പോകുന്നത് ഇവിടെ അടയിരിക്കുവാണോടി? എടി, എനിക്ക് 1-ാം തരം ജോലിയുണ്ട്. ഇലക്ട്രീഷ്യൻ ജോണി. അയ്യോ, ഇലക്ട്രീഷ്യന്റെ ഗുണം ഒന്നും നിങ്ങൾ ഇങ്ങോട്ട് പറയല്ലേ. കഴിഞ്ഞ ദിവസം നിങ്ങൾ ആ വിജയണ്ണന്റെ വീട്ടിൽ പോയി കോളിംഗ് ബെല്ല് ശരിയാക്കിയോ? കോളിംഗ് ബെല്ല് ശരിയാക്കിയല്ലോ. അതിന് പൈസ കിട്ടിയില്ല. ഇന്ന് രാവിലെ ചെന്നാ പൈസ മേടിക്കണം. പൈസ മേടിക്കാൻ അങ്ങോട്ട് ചെല്ല്. കഴിഞ്ഞ ദിവസം വിജയണ്ണൻ എന്നെ കണ്ടപ്പോ പറയുവാ, നിന്റെ കെട്ടിയോ വന്നവിടെ കോളിംഗ് ബെല്ല് ശരിയാക്കി. പക്ഷെ ചുച്ച കുത്തുമ്പോ കിണറ്റിൽ കിടക്കുന്ന മോട്ടർ ഓൺ ആയി ടാങ്കിനകത്ത് വെള്ളം നിറഞ്ഞു വന്നു. എടി, അത് പിന്നെ ഈ 2 വയറുകൾ തമ്മിലുള്ള കണക്ഷൻ അല്ലേടി. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ ഇങ്ങനൊക്കെ സംഭവിക്കും. ഈ പണി നിങ്ങൾക്ക് പറ്റാത്തോണ്ടല്ലോ എന്റെ അച്ഛൻ അഡ്വക്കേറ്റിന്റെ വീട്ടിൽ കാറിന്റെ ഡ്രൈവറായിട്ട് നല്ല 1-ാം തരം ഒരു ജോലി നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നെ. അതിന്റെ ജോലിക്ക് സ്റ്റാർട്ടിങ് 2000, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂട്ടിത്തരാന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ഈ മനുഷ്യൻ കാണിച്ചെന്തുവാ, വീട്ടിലോട്ട് ചെന്ന് കയറി വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പറയുക, സ്റ്റാർട്ടിങ്ങിൽ 2000 താ, എന്നാലും ഫസ്റ്റ് ഗിയർ ഇതൊന്നും പോരാഞ്ഞിട്ട് അവിടെ കിടന്ന എല്ലാ വണ്ടികളും ഇങ്ങനെ സ്റ്റാർട്ടാക്കി. അത് പിന്നെ ഏത് വണ്ടി സ്റ്റാർട്ട് ആക്കിയാലും ഈ 2000 രൂപ കിട്ടുന്നത് നമുക്കൊന്നറിയാം. ഒരു കിഴങ്ങനെ ഞാൻ ആദ്യമായിട്ട് കാണുവാ ഞാൻ. എടി, നീ പരിഹസിക്ക്, പക്ഷെ കാലം ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കും ഈ വീട്ടിൽ താമസിച്ച ഞാനൊരു മഹാനാണ്. അയ്യോ, അതിനധികം കാലതാമസം ഒന്നും വേണ്ട. 2 ദിവസത്തോടെ കഴിഞ്ഞ ഈ നാട്ടുകാർ ഈ വീട്ടിലോട്ട് നോക്കി പറയും, ഉടമസ്ഥൻ വിളിച്ച് വാടക കൊടുത്തിട്ടില്ലെങ്കിൽ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ദൈവമേ, ആ സാർ ഇപ്പൊ കേറി വരും, ഞാൻ എന്തോ ചെയ്യും? നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ഐഡിയ, നിനക്ക് അഭിനയിക്കാൻ അറിയാവോ? അഭിനയിക്കാനൊക്കെ അറിയാം, പക്ഷെ ഞാൻ ഇനി അഭിനയിച്ച ഒരു സിനിമാ നടിയൊക്കെ ആയി കാശൊക്കെ വാങ്ങിച്ചിട്ട് ലോൺ അടച്ചാൽ മതിയോ? എന്റെ സിനിമാ നടി, ഞാൻ അതല്ലടി പറഞ്ഞത്. ആ സാർ വരുന്ന സമയത്ത് ഞാൻ അറ്റാക്ക് വന്ന പോലെ അഭിനയിക്കും. അയ്യോ, ഇത് കുഷ്ഠരോഗിയല്ലയോ? എടി, അതല്ലെന്ന്. എടി, ഞാൻ അറ്റാക്ക് വന്ന് ഇവിടെ കിടക്കും, നീ എന്നെ ആശുപത്രി കൊണ്ടുപോകണം. ആശുപത്രി കൊണ്ടുപോകുന്നവരുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും പൈസ മേടിക്കുവോ? എന്തൊരു ബുദ്ധിയായത്. അതാ പറഞ്ഞേ, തലയ്ക്കകത്ത് തലച്ചോറ് വേണം. നിനക്കതില്ല. ഇതൊക്കെ ഇല്ലാതെ നീയൊക്കെ എത്ര കാലം ജീവിക്കും? നിങ്ങൾക്ക് എത്ര വയസ്സായി? എനിക്ക് 40 വയസ്സുണ്ട്. 40 വയസ്സൊക്കെ ഒരു സേഫാ. അത് കഴിഞ്ഞാ പിന്നെ എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. സാർ ഇങ്ങോട്ട് വരുന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് ബാത്റൂമിൽ വരെ പോണം. എന്നെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് നിങ്ങൾ ഇപ്പൊ അങ്ങനെ ബാത്റൂമിൽ പോകണ്ട. എനിക്ക് അത്യാവശ്യമായിട്ട് ബാത്റൂമിൽ പോണോടി. നിങ്ങളുടെ സ്വഭാവം എനിക്ക് നല്ലപോലെ അറിയാം. എന്തുവാ ചേച്ചി ഇത്? ഞാൻ എത്ര നേരോട് കാത്തിരിക്കുക, നിങ്ങൾ അവിടെ കണ്ടില്ലല്ലേ? ഞങ്ങൾ അങ്ങോട്ട് വരാൻ ഇരിക്കുവായിരുന്നു. നിങ്ങൾ വരാൻ വേണ്ടി ഇവിടെ ഇരിക്കാന്നറിയാം. അതാ ഞാൻ അവിടെ ഇരിക്കാതെ ഇങ്ങോട്ട് വന്ന്. ഇന്നും കൂടെ ചേർത്ത് 3 ആഴ്ചത്തെ ലോണാണ് പെൻഡിങ്. കളക്ഷൻ പൈസ കിട്ടിയേ പറ്റും. പോയി പൈസ എടുത്തോണ്ട് പോവാ. ചേട്ടാ, പൈസ ചോദിക്കുന്നു ചേട്ടാ. എക്സ്ക്യൂസ് മീ, നിങ്ങളൊരു മാന്യമായ ഒരു ചെറുപ്പക്കാരനാണ്. അത് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ എക്സിക്യൂട്ടീവ് ഷർട്ടൊക്കെ ഇട്ട് പാൻറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെ അടുത്ത എല്ലാ വീട്ടിലും കയറി നടന്നിട്ടെ നാണമുണ്ടോ? ഈ ലോണ് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ നാണാമാനൊന്നും ഇല്ലേ? ഒരു നാണവും ഇല്ല. അല്ല, നിങ്ങളുടെ കുടുംബക്കാരെ ചേട്ടനാനിമാരൊക്കെ ഈ തൊഴിലാണോ? എന്റെ കുടുംബക്കാരെല്ലാം പറഞ്ഞോണ്ടല്ലേ, എന്റെ ചേട്ടന്മാരൊക്കെ അറിയപ്പെടുന്ന സാറുമാരാ. ഇത് സാറാടി? നിസാറ്, അൻസാറ്. പുത്തൻ മുത്രയായി. പുത്തൻ മുത്രയോ? അല്ല, മൊത്തം എത്ര രൂപയായിരുന്നല്ലേ? മൊത്തം എത്ര രൂപ അടയ്ക്കാനുണ്ടെന്ന് നോക്കി പുറത്തോടെ കണക്കൂട്ടി കഴിഞ്ഞാൽ ഒരു 10,000 രൂപ നിങ്ങൾ അടയ്ക്കാനുണ്ട്. ഓക്കെ, ആ ആഞ്ഞിലി വെട്ടിക്കൊണ്ട് പോകും. ഇതുകൊണ്ടൊരു കോഴിക്കോട് ഒരു അടിക്കാൻ പറ്റത്തില്ലേ? നീ മാറി നിൽക്കടി. ഇടാ, ആ ആഞ്ഞിലി വെട്ടിക്കൊണ്ട് പോടാ. വല്ലവന്റെ വാടക വീട്ടിൽ ആഞ്ഞിലി വെട്ടിയിട്ട് ഞാൻ അകത്താവാനാ? എന്ത് വേണ്ടാ ഈ പറയുന്നത്? ഞാൻ ഈ 10,000 രൂപ ഇപ്പൊ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ? എന്ത് വിഷയം? ഒരു വിഷയമില്ല. ഒരു വിഷയമില്ല. ഓക്കെ, നിങ്ങൾ ഈ ലോൺ അടച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണം നിങ്ങൾക്ക് 2 പേർക്കും ഇല്ലയോ? ആണോ? പിന്നെ ഓക്കെ, നമുക്കത് ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ, ബാബേ, ആ പൈസ നിർത്തോണ്ട് വരൂ. ഞാനോ?
ചേട്ടനല്ലേ കാശ് എവിടെ ഇരിക്കുന്നത് അറിയത്തുള്ളൂ. സില്ലി ഗേൾ, ഇവക്കറിയില്ല പൈസ എവിടെ ഇരിക്കുന്നത്. ഞാൻ എടുത്തോണ്ട് വരാം. ഇപ്പൊ കൊണ്ടുവരും. അയ്യോ എന്റെ ചേട്ടൻ അറ്റാക്ക് വന്ന്. അറ്റാക്ക് ചെയ്ത നെഞ്ചി നടന്ന അറ്റാക്ക് ചേച്ചിക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ ഇച്ചിരി മുമ്പേ ഫിക്സ് ചെയ്താ. ഫിക്സ് ചെയ്താ? അയ്യോ ഫിക്സ് വരുന്ന ഒരു മനുഷ്യനാ എന്റെ ചേട്ടൻ അറ്റാക്ക് വന്നു ചേട്ടാ. നമുക്ക് ആശുപത്രി പോവാൻ ചേട്ടാ. അയ്യോ വേണ്ടടി, ആശുപത്രി പോകുന്നതിന് മുമ്പ് ഈ സാറിന് കൊടുക്കാനുള്ള 10,000 രൂപ നീ എടുത്തങ്ങ് കൊടുക്കണേ. അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തൊരു പയ്യനാണോ ചേട്ടാ അവൻ? ഈ അവസ്ഥയിൽ അവൻ കാശ് ചോദിക്കത്തില്ല. അണ്ണ വേണോ? വേണം. അയ്യോ എടീ, എനിക്ക് അവസാനമായിട്ടൊരു ആഗ്രഹം ഉണ്ടേ. എന്തുവാ? ഈ ഭൂമിയിൽ ഒരു കടബാധ്യതയും ബാക്കി വെക്കാതെ എനിക്ക് യാത്രയാകണമടി. ചേച്ചി എന്തോ ഇവിടെ പ്രശ്നം? എന്തോ നിങ്ങൾ കിടന്ന് കാണിക്കുന്നത്? ഇത്രയും കണ്ടിട്ട് മനസ്സിലായില്ലയോ? അറ്റാക്ക് അറ്റാക്ക് അല്ല, കുറ്റാക്ക്. ഹൃദയം ഇരിക്കുന്ന ഇടത് ഭാഗത്തല്ലേ, അപ്പൊ അവിടെ എന്റെ അറ്റാക്ക് വരണ്ട. വലത് ഭാഗത്ത് തപ്പിപ്പിടിച്ചിട്ട് ഒരു അറ്റാക്കാന്ന്. ഇത് ഗ്യാസ് എങ്ങാണ്ട് കയറുത്, വല്ല പുളിയും മാറി കൊടു. അതെ, എനിക്ക് ഇരട്ടച്ചങ്കാണ്, 2 ഹൃദയമുണ്ട്, 2 പോവാൻ മാറ്റി കിരട്ടാ. ഞാൻ പൈസ എടുത്തോണ്ടാ ഇവിടെ കാണിക്കുന്നത്. മനുഷ്യ നിങ്ങളല്ലേ പറഞ്ഞേ നിങ്ങളുടെ ഹൃദയത്തിൽ ഞാനായിരിക്കുന്നേന്ന്. എന്നിട്ട് ആ ഹൃദയം പോലും എവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് അറിയത്തില്ലയോ? ഓഹോ, അപ്പൊ നീ പൈസ കൊണ്ടേ നീ പോകും? ഞാൻ പൈസയും കൊണ്ടേ പോകും. എന്റെ വീട്ടിൽ നീ പിന്നീട് വന്നിട്ടുണ്ടെങ്കിൽ നീ കൊണ്ടേ പോകൂ. ചേച്ചി അയാള് പറഞ്ഞിട്ട് പോയി കേട്ടോ, ഇതാ നിങ്ങൾക്കൊക്കെ ലോൺ തരാത്തത്. ഞങ്ങളെ മാനേജറെ ഒരു കാര്യം പറഞ്ഞിരിക്കുക, ഇനി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ലോൺ കൊടുക്കൂ. പിന്നെ 8ാം ക്ലാസ് പോലും പാസ്സാകാത്ത ഇങ്ങർക്ക് നിങ്ങൾ എന്തോ കണ്ടിട്ടാ ലോൺ കൊടുത്തത്? 6ാം ക്ലാസ് വരെ പഠിച്ചു ഞാൻ സാറായി, പിന്നെ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന ലോൺ കൊടുക്കുന്നത് എന്താണ് കുഴപ്പം? എവിടെ എവിടെ? ഗ്യാസിന്റെ മരുന്നൊക്കെ പിന്നെ കുടിക്കാം, ആദ്യം ലോണിന്റെ പൈസ വെച്ചിട്ട്. ഗ്യാസിന്റെ മരുന്നല്ലടാ, ഇത് വിഷമാണ്. വിഷം. വേണ്ട കുടിക്കലെണ്ണ വേണ്ട. ഈ സാറിന്റെ അഡ്രസ് ഒക്കെ എഴുതിയിട്ടുണ്ടോ? എനിക്കറിയാം. സുനി വയസ്സ് 27, സ്ഥലം പത്തനംതിട്ട, വാട്സ്ആപ്പ് DP ഷാരൂഖ് ഖാന്റെ. വിഷം കുടിച്ച് ചാകുന്ന സമയത്തെങ്കിലും അല്പം മനസ്സമാധാനം നീ തരത്തില്ലല്ലേ? ഞാനിത് കുടിക്കാൻ പോവാണ്. ഞാനിത് ആദ്യം കുടിക്കും, ഇതിന്റെ പകുതി നീ കുടിക്കണം. ഇതിന്റെ പകുതി ഞാൻ കുടിക്കാം. ഇതെന്തോ ആദ്യ രാത്രിയിലെ പാലോ? ഞാനിത് കുടിക്കാൻ പോവാണ്. നിന്റെ പേര് എന്തുകൊണ്ട് ഇവിടുത്തെ പ്രശ്നം? ഈ ലോൺ അടയ്ക്കണം, ഈ ആഴ്ചത്തെ ലോണ് ഞാൻ അടയ്ക്കും. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് നിങ്ങൾ ഈ 10,000 രൂപ അടച്ച് ഈ ലോൺ ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ 50,000 രൂപ ലോണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ മേടിച്ചു തന്നാണ്. ഓ നിങ്ങൾ ഇന്നില്ലയോ ഈ 10,000 രൂപ അടച്ച് ലോൺ ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ 50,000 രൂപ ലോണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ മേടിച്ചു തന്നാണ്. പറഞ്ഞത് മനസ്സിലായോ? 10 അങ്ങോട്ട് കൊടുത്തെങ്കിൽ 50 ഇങ്ങോട്ട് കിട്ടിയേനെ. ആണോ? ഹലോ സാറേ, തരാനുള്ള 10,000 രൂപ അങ്ങ് എടുത്തിട്ട് ബാക്കി 40,000 രൂപ ഇങ്ങ് തന്നുകൂടെ? എന്റെ അണ്ണാ, ആദ്യം തന്നെ 2 പേർക്കും നമ്മുടെ കുടുംബത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വന്ന വരവ് ഒരു 1.5 വരവായിരുന്നു. ഉഗ്രൻ, അടിപൊളി. പ്രചോദേട്ടാ, പുതിയ വരവാണ് നിങ്ങളുടെ അല്ലേ? അതെ, നമ്മുടെ സൂര്യശ്രീ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ 3 പേരും പെർഫെക്റ്റ് ആയിട്ട് കളിച്ചു തീർത്തുന്നുള്ള സ്ക്രിപ്റ്റ്, മനോഹരമായ ഒരു സ്ക്രിപ്റ്റ്, നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കളിച്ചു തീർത്തു എന്നുള്ളതാണ് കേട്ടോ. സൂര്യ, നിങ്ങളൊരു, ഞാൻ ഇപ്പോഴും പറയാം, നിങ്ങൾക്ക് സിനിമയിൽ നല്ല അവസരങ്ങൾ നിങ്ങളെ തേടി. അനീഷിൻ്റെ ഓരോ എക്സ്പ്രഷൻ, അനീഷെ ഗംഭീരമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തു കേട്ടോ. നിങ്ങൾ ഒരു രക്ഷയില്ല. നിങ്ങൾ ആ കറക്റ്റ് മോഡുലേഷനാണ് ഓരോ സാധനം കൊടുക്കുന്നത്. ആ മോഡുലേഷനാണ് ഇവിടെ കിട്ടിയ കയ്യടി. ഓരോ എക്സ്പ്രഷൻ അവിടെ നിന്ന് വന്ന് ഇത് താത്തി പറയും, മോളി പറയും. എക്സ്പ്രഷനൊക്കെ ഗംഭീരമായിരുന്നു. അതുപോലെ പ്രിയപ്പെട്ട സാബു, നിങ്ങളുടെ ഒരു വരവ് ആ ജെന്റിൽമാനായിട്ട് വന്നിട്ട് വളരെ ഡീസൻ്റായിട്ട് നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അപ്പോഴും അനീഷുമായിട്ടുള്ള കോമ്പിനേഷൻ, നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷനൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇതിന് ഏറ്റവും ഞാൻ കൈഡി തരേണ്ടത് ഈ സ്ക്രിപ്റ്റ്. ഇത് ആരാ എഴുതി? ഗംഭീര സ്ക്രിപ്റ്റാണ് കേട്ടോ. പേര് പറഞ്ഞാൽ അല്ല, ഗ്രൂമേഴ്സ് ആണല്ലേ? ഗ്രൂമേഴ്സ് സെക്ഷന് ഒരു നല്ല ഗൈഡ്. അതെ, നമ്മുടെ 3 ഗ്രൂമേഴ്സിന് ഒരു നല്ല ഗൈഡ്. ഇനിയും നിങ്ങൾ ഈ പറയുന്ന ഒരുപാട് സ്ക്രിപ്റ്റുകൾ നല്ല രീതിയിൽ ചെയ്യേണ്ട ആൾക്കാരാണ്. അടിപൊളിയാകട്ടെ മുമ്പോട്ടുള്ള യാത്ര. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ജാഫ്രിക്ക, അനീഷ എന്താണോ താങ്കൾ കാണിച്ചേ? ഞാനിവിടെ കിടന്ന് കാണിച്ച എന്താണ്? പിന്നെ ആ കുട്ടി സൂര്യശ്രീ അടിപൊളി. ഇദ്ദേഹം പറഞ്ഞ പോലെ ഒരു കലാകാരൻ എന്ന് പറയുന്ന ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരും ചിന്തിക്കുന്നതിന് ക്ലൈമാക്സ് സിനിമയാണ് അല്ലേ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞെന്നാ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സിനിമയിലേക്കൊക്കെ വരാം എന്നൊക്കെ പറഞ്ഞില്ലേ? സാബു അത് നല്ല മനോഹരമായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. നല്ല രസകരമായിട്ട് ഒരു സിനിമ കാണുന്ന മൂഡായിരുന്നു ഈ സ്കിറ്റ് കണ്ടപ്പോൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജാഫ്രിക്ക. ഞാൻ ആദ്യം ഇതിൻ്റെ സ്ക്രിപ്റ്റിനാണ് നല്ലൊരു കയ്യടി തരുന്നത്. കാര്യം ഇപ്പം സാധാരണ ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രശ്നമാണിത്, ഈ ലോണ്.
അപ്പോൾ ഈ സംഭവം എന്തായാലും ഇപ്പോഴത്തെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്താൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ് നിങ്ങൾ അതെ തരുന്നത്. തീർച്ചയായിട്ടും. ആ ഒരു സബ്ജക്റ്റ് ഇത്ര മനോഹരമായിട്ട് ഒരിടത്തും ഒരു തെറ്റും കുറ്റങ്ങളും ഇല്ലാതെ ആ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് അത് മാത്രമേ ഉള്ളൂ. അഡീഷണൽ ആയിട്ട് വേറൊരു കൗണ്ടർ ഇതിൻ്റെ അകത്ത് കുത്തി കയറ്റിയിട്ടില്ല. എല്ലാം ആ ഒറ്റ ഡ്രോയിൽ പോവുകയാണ്, ഒറ്റ ഫ്ലോയിൽ ഈ സാധനം ഒഴുകി അങ്ങ് പോവുകയാണ്. അതുകൊണ്ട് നല്ല ഒരു സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ നിങ്ങൾ 3 പേരും അത് അവതരിപ്പിച്ചെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇനിയും ഇതേപോലുള്ള സബ്ജക്റ്റും ഒക്കെ ആയിട്ട് ഇതേപോലെ വൃത്തിയായിട്ട് അഭിനയിച്ച് നല്ലോണം റിഹേഴ്സൽ ചെയ്ത് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ള ഗ്രൂമേഴ്സിനെ കാണിച്ച് അവർ പറയുന്നത് കേട്ട് വേണ്ടാത്തത് എടുത്ത് കളഞ്ഞ് വേണ്ടുന്നത് അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീണ്ടും വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അനീഷ് സ്റ്റാർ ചെയ്യൂ. അത്യാവശ്യം പുതിയ 2 സ്റ്റാർ പഠിച്ചിട്ടുണ്ടോ? ഞാൻ 2 സ്റ്റാർ ചെയ്യാം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന 1-2 ഐറ്റം. ഞാൻ ഋഷഭാബയുടെ വോയിസ് ചെയ്യാം. ആ ചിന്തയിലുണ്ടോ പണ്ട് പീരുമേട് ചായത്തോട്ടത്തിലെ പെമ്പിള്ളാറെ വെട്ടരിവാണ് വെട്ടേറ്റ് ചത്ത ഒരു ജോസഫ് പുന്നശ്ശേരി പുതുണവാളൻ, അവിടുത്തെ പുണ്ണാര അനിയൻ, ആ ദുഷ്ടാത്മാവിന്റെ ശവം തെമ്മാടിപ്പറമ്പിലേക്ക് വലിച്ചെറിയുന്നത് ഞങ്ങൾ ആരും കണ്ടില്ല. പകരം ആ പുഴുത്ത് നാറി ഇറച്ചിക്കെട്ട് ഇമാതിരി 10-25 നിങ്ങൾ ചുമപ്പിച്ച് നാട് കാണിച്ച് നഗരി കാണിച്ച് കുന്തിരിക്കം പുകച്ച് കബറടക്കിത് മറന്നിട്ടില്ല ഈ നാടും നാട്ടുകാരും. സിസ്റ്റർ അമലയുടെ ജഡം എല്ലാ കൂതാശകളും കൊടുത്ത് പള്ളി സെമിത്തേരിയിൽ തന്നെ അടക്കണം. ഒക്കുവോ? പിന്നെന്താ? ഇല്ലെങ്കിലുണ്ടല്ലോ ഈ പുന്നശ്ശേരിക്കാരുടെ കുടുംബകലറ അലവാങ്കൊണ്ട് കുത്തിപ്പൊളിച്ച് അവന്റെ അസ്ഥികൂടം എടുത്ത് തിരിച്ച് തെമ്മാടിപ്പറമ്പിൽ ഇട്ടിട്ട് തോമാച്ചൻ തിരുവനന്തപുരത്തോട്ട് മടങ്ങിപ്പോകൂ. പാടാ മക്കളെ. അടിപൊളി അടിപൊളി അടിപൊളി. അടുത്ത നെക്സ്റ്റ് വണ്ണാനുള്ളി തിലകൻ സാറിന്റെ വോയിസ്. ഓക്കെ. വേപ്പാടത്ത് വല്യ തിരുമേനി എന്റെ ഗുരുവാ. മുജന്മത്തിലും ഈ ജന്മത്തിലും പാവം ചെയ്ത മഹേന്ദ്ര 3-ാം നാൾ പച്ചരീവനോടെ മണ്ണിനടിയിൽ കുഴിച്ചിട്ട കുഞ്ഞിന്റെ ആത്മാവ് തന്നെ കൊണ്ടേ പോകൂ. അന്നൊരു ബ്രിട്ടീഷുകാരൻ പകരമായി ചോദിച്ചത് മറ്റൊന്നുമല്ല, ഈ രാജ്യത്തിന്റെ പടനായകനായ ഇന്ദ്രചൂടന്റെ അതിസുന്ദരിയായ പത്നി ഭാനുമതിയെ എന്തു വില കൊടുത്തും പ്രഭുവിന്റെ ആജ്ഞ നിറവേറ്റാൻ ടിപ്പു തീരുമാനിച്ചു. ജന്മത്തിൽ താൻ ആരായിരുന്നറിയോ? അറിയോ? അട്ടയായിരുന്നു. നല്ല കൈഡി. അടിപൊളി കേട്ടാ അനീഷേ. അനീഷേ, അനീഷ് വ്യത്യസ്തമായ തിലകഞ്ചന്റെ വ്യത്യസ്തമായ ഡയലോഗ് ആയിരുന്നു. അപ്പൊ കൈയോടെ മാർഗം ഇങ്ങോട്ട് കൊടുക്കാം ടീമിന്. ആദ്യം ജാഫർക്ക് തന്നെ തന്നോട്ടെ. ഒരു 12,000 രൂപ കൊടുത്തു. ന്യായം 12,000 രൂപ. റേട്ടാ ഞാൻ ഒന്ന് കൂട്ടി 13,000 രൂപ കൊടുത്തു. ടോട്ടൽ 25,000 ആയിട്ടുണ്ട്. നസീർക്ക വീണ്ടും വരാനും ഇതേപോലുള്ള നല്ല നല്ല സബ്ജക്റ്റ് കൊണ്ടുവരാനും വേണ്ടിയിട്ട് ഐശ്വര്യമായിട്ട് കണ്ടെടുക്കും. ഇതൊരു തുടക്കമാവട്ടെ. ഇനി ഒരുപാട് 55,000 75,000 വാങ്ങിക്കാനുള്ളതാണ്. 1 ലക്ഷം 1.5 ലക്ഷം വാങ്ങിക്കണം. അപ്പം ഇതിലും ശക്തിയായി തിരിച്ചു വരൂ. ഇപ്പൊ മടങ്ങി പോവൂ. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ ഒരു സ്കിറ്റ് കളിക്കാൻ 3 പേരെ വിളിക്കട്ടെ. വിളിക്കൂ. ലെറ്റ്സ് വെൽക്കം റെജി, പ്രജിത്ത് ആൻഡ് മിഴികൾ മൊഴിയും മധുരം കിളിയും നീ എന്നില്ലേ മഴയേ എൻ അവളറിയാതെ തളിരണിയും പുലരികൾ എന്ത് നിനക്കെന്തടി നിങ്ങക്കെന്ത് നിനക്കെന്തടി നിങ്ങക്കെന്താ നിനക്കെന്തടി നിങ്ങക്കെന്താ നിനക്കെന്തടി നിങ്ങക്കെന്താ നിനക്കെന്തടി നിങ്ങക്കെന്താ നിനക്കെന്തടി നിങ്ങക്കെന്താ നിങ്ങക്കെന്താ സാരസാര മന്ദിരത്തിൽ സാരൻ എന്നൊരു വീരൻ വീരൻ എന്നാൽ എന്റെ ബായ് സുന്ദരിതമയന്തി. ഇതെന്തു ആടിയത്? നമ്മൾ എവിടാ പറഞ്ഞു നിർത്തിയത്? നമ്മൾ പറഞ്ഞു നിർത്തുമല്ലായിരുന്നല്ലോ, അടിച്ചു നിർത്തുമല്ലായിരുന്നോ? ആ, ഇന്നലെ അടിച്ചു നിർത്തിയത് ഏതാണ്ട് ഇവിടെ ആയിരുന്നു. കിടന്ന മുള്ളിയെ ഞാൻ ഇനി അടിക്കും. ഇനി എങ്ങാണ് എന്നെ അടിച്ച ഗീതേ, നിങ്ങൾ എന്താ ചെയ്യും? ഞാൻ പുതിയ പാമ്പറങ്ങിടും. ആ എന്റെ പൊന്നു മനുഷ്യ,
നമ്മുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ടൊന്ന് വന്നോ? നിങ്ങളുടെ തന്തയൊന്ന് ഇങ്ങോട്ട് കയറിയോ? വന്നില്ല. അതൊക്കെ പോട്ടെ, നിന്റെ തന്ത വന്നോ? വന്നില്ലെങ്കിൽ എന്താ ലീവ് ലെറ്റർ തന്നില്ലേ? ലീവ് ലെറ്ററോ? ആ, വരാൻ പറ്റത്തില്ല, പനിയാന്ന് പറഞ്ഞ് ലീവ് ലെറ്റർ എഴുതി തന്നില്ലേ? നിങ്ങളുടെ തന്ത ലീവ് ലെറ്റർ എഴുതി തന്നായിരുന്നോ? ഇല്ല. ആ, അപ്പൊ അത് നിന്ന് എന്ത് മനസ്സിലാക്കാം? എന്ത് മനസ്സിലാക്കാം? നിങ്ങളുടെ തന്തയ്ക്ക് എഴുത്തുമാനെ അറിയത്തില്ലെന്ന് മനസ്സിലാക്കാം. എന്റെ മഞ്ജു. മഞ്ജുവോ? അല്ല, മഞ്ജുവായ ഗീതേ. ശശിയണ്ണോ? ആ, ആ. അയ്യോ, കറക്റ്റ് അതുപോലെ തന്നെ ഇരിക്കുവാ. എന്തുവാ? കുബേർ കുഞ്ചി. പോ ഇവിടുന്ന്. അയ്യോ, എടി പൊടി 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 പൊടി. വേണ്ടേ, എന്നെ എടി പൊടിനാണ് വിളിച്ചാലുണ്ടല്ലോ. എടി അതല്ലെന്ന്, കണ്ണി കരട് വീണു. അയ്യോ, കണ്ണി കരട് വീണോ? ആ. ഇടതാണോ വലുതാണോ? നിന്നെ രാത്രിയും പറയാതെ കണ്ണിലെ കരട് എടുത്തതാ. അടങ്ങി കിടക്കാതെ. ആ, അങ്ങനല്ലേ? ആ. കണ്ട് 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 കണ്ട്. അയ്യോ, എന്തുവാ ഇത്? എന്തേടി എന്തേടി ഒന്ന് കാണിച്ചേ. അത് കൊള്ളാം. ഇത്ര നേരം നിങ്ങളുടെ കണ്ണിനകത്തല്ലേ ഇത് കിടന്നത്? നേരം നോക്കാൻ വയ്യായിരുന്നു, ഇപ്പൊ നോക്കാൻ വന്നേക്കുന്നു. മനുഷ്യ, 6 മാസമായിട്ട് നിങ്ങൾ എന്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയേക്കുമല്ലായിരുന്നു, പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? എടേ, എന്റെ കയ്യിലിരിക്കുന്ന സ്വർണം ഞാൻ കൊണ്ട് പണയം വെച്ച് അതൊരു 6 മാസം കഴിഞ്ഞ് എനിക്ക് തിരിച്ചെടുക്കണമെന്നൊരു തോന്നൽ വരത്തില്ലയോ? ആ, അത് തോന്നുന്നു. അത്രേ ഉള്ളു. അയ്യോ, അപ്പൊ ഞാൻ സ്വർണ്ണം വേണോ? അതൊക്കെ മേലെ. ആ, മേലെ ആസകലം വേദന. ഞാനൊന്ന് കിടക്കട്ടെ. ആ, കിടക്കാം 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 കിടക്കാം. ഞാൻ പിന്നെ കഴിക്കണ്ടേ? ഞാൻ പുറത്ത് പോയി മേടിച്ചോണ്ട് വരാന്ന്. അതിന് ചേട്ടൻ എന്തിനാ പുറത്ത് വന്നേ? ഇവിടെ ചപ്പാത്തി ഉണ്ടല്ലോ, ഞാൻ ചുട്ടു തരാം. അതിന് ഞാൻ ചപ്പാത്തി മേടിച്ചില്ലല്ലോ. സുഖു കടയിൽ പോയപ്പോ മേടിച്ചോണ്ട് വന്നായിരുന്നു. ആ, ഈ സുഖം ഒറ്റ കാരണമാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടായത്. 6 മാസം നീ വീട്ടിൽ പോയി അറിയാലോ. ഇനി സുഖുവിന്റെ കാര്യം പറഞ്ഞാ ഗീത എന്റെ സ്വഭാവം മാറും. കണ്ടോ കണ്ടോ, നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. എടി, സ്നേഹമില്ലെന്ന് അങ്ങനെ പറയില്ലേ. ഈ അടുക്കള ജോലിയെല്ലാം ചെയ്ത് എന്റെ നടുപൊടിച്ച് ഞാനൊന്ന് കിടക്കട്ടെ. ആ, കിടക്കാം 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 കിടക്കാം. വേണ്ട വേണ്ട, നിങ്ങൾ ഭയങ്കര അഭിനയാ കേട്ടോ, നിങ്ങൾ ഭയങ്കര അഭിനയക്കാരനാണ് നിങ്ങൾ. എടി, അങ്ങനെ പറയല്ലേ. എന്തോ നമ്മുടെ പുതിയൊരു ജീവിതമല്ലേ, അതുകൊണ്ട് പറഞ്ഞ. ചേട്ടൻ എന്നോട് പിണങ്ങുവോ? ഇല്ല. എന്നോട് വഴക്കുണ്ടാക്കുവോ? മാക്സിമം ശ്രമിക്കാം. അല്ല, വഴക്കുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കാമെന്ന്. ഇനി നമ്മുടെ പുതിയ ജീവിതമല്ലേ, നമുക്ക് അങ്ങനെയാണ് ഒരു സെൽഫി എടുത്താലോ? സെൽഫിയോ? ആ, എടുക്കാം. അയ്യോ, എന്നെ കാണുന്നില്ലല്ലോ. തിരിച്ചങ്ങോട്ട് പിടിക്കും. ആ, ഇപ്പൊ കിട്ടി. അയ്യോ, സൂപ്പർ ഫോട്ടോ ആണല്ലോ ചേട്ടാ. ആണോ? നല്ല ഫോട്ടോയാ. അങ്ങനെയാണ് എന്റെ ഒരു ഫോട്ടോ എടുത്തേ. അതെന്തിരാ? അയ്യോ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല. എനിക്കൊരു ആൽബത്തിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ചേട്ടനോ? ആ, ആഹാ. അവിടെ അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയാ. അപ്പൊ ഞാൻ എടുക്കട്ടെ ഫോട്ടോ? ആ, അടങ്ങിക്കണേ. ഓ, ഓക്കെ, റെഡി. നിക്ക അവിടെ. ആ കൈ ഇരിക്കുന്നിടത്ത് കള. ആ ഷർട്ട് അങ്ങോട്ട് നീക്കിയിട്ടേ. കൈയുടെ തള്ളവരലെടുത്ത് ഇങ്ങനെ വെച്ചേ. കുറച്ച് ഉയർത്തി പിടിക്കേ. ഇങ്ങനെ വെക്ക്. ചിൻ ഡൗൺ ഡൗൺ. തിരിച്ച്. അയ്യോ ചേട്ടാ, ചാർജ് തീർന്നു പോയി ഫോൺ. ആ, രാവിലെ തൊട്ട് ഇത് ഓൺ ആക്കിയപ്പോഴേ എനിക്കറിയാം ചാർജ് ചെയ്യുന്നു. കൊണ്ട് കുതിരി. നിങ്ങൾ എന്നോട് വഴക്കുണ്ടാക്കേണ്ടിരിക്കുമല്ലോ, അതുകൊണ്ടല്ലോ ഞാൻ കൊണ്ട് കുത്തിയിടാൻ പോവാ. മുട്ടണ റെട്ടുകാലി. മരണന്റെ വീട്ടിൽ രമണൻ പറയാൻ വന്നതാ. രമണന്റെ വീട്ടിൽ മരണം പറയാൻ വന്നതാ. ആരാ മരിച്ചത്? മാമനാ മരിച്ചത്. നീ എന്തിനാടി കരയുന്നേ? മാമൻ മരിച്ചെന്ന് പറഞ്ഞു. ഏത് മാമൻ? അയ്യോ, അത് ചോദിച്ചില്ല. ഏത് മാമനാ മരിച്ചേ? കട്ടപ്പനയിലെ മാമൻ. അയ്യോ, അത് ഞങ്ങൾക്ക് ബന്ധമുള്ള മാമനാ. ആണോ? ഞാൻ ഈ വിവരം പറയാൻ വേണ്ടി രമണന്റെ വീട്ടിൽ ചെന്നപ്പോഴേ വീട് പൂട്ടി കിടക്കുന്നത്. രമണനും ഇല്ല, ഭാര്യയുമില്ല. അണ്ണാ, അവര് രാവിലെ 6 മണിയായപ്പോ ഇതുവഴി പോയില്ലേ അണ്ണാ? അവര് ഭാര്യയും ഭർത്താവും രാവിലെ ട്യൂഷന് പോയതല്ലേ? അല്ല, ടൂറിന് പോയത് 5 വർഷം കഴിഞ്ഞാ വരത്തുള്ളൂ. അയ്യോ, ഇങ്ങനെ പോയാ എന്നാ ചെയ്യും? അതാ എങ്ങനെ മരിച്ചത്? അതോ, പരിചയക്കുറവ് കൊണ്ട് മരിച്ചതാ. പരിചയക്കുറവ് കൊണ്ടൊക്കെ മരിക്കൂ? പിന്നെ പുള്ളി ആദ്യമായിട്ടല്ലേ വിഷം അടിക്കുന്നേ, അതിന്റെ ഒരു ചെറിയ പരിചയക്കുറവുണ്ട്. പുള്ളി മരിക്കാൻ നേരത്തെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാനായിട്ട് വന്നപ്പോഴത്തേക്കിങ്ങനെ പറയാൻ പറ്റാതെ ഒന്നും മനസ്സിലായില്ല ആർക്കും. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഇല്ലേ, പുള്ളി കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് വന്ന്, പക്ഷെ അത് ആർക്കും അങ്ങോട്ട് വ്യക്തമായില്ല. അപ്പൊ അടുത്ത ആരും ഇല്ലായിരുന്നു? വിക്രമൻ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ വിക്രമനോട് ചോദിച്ചാ പോരെ? വിക്രമനോട് ചോദിച്ചപ്പോ വിക്രമൻ കിടന്നോണ്ട് അക്രമം കാണിക്കുന്നു. അതെന്തിന്? വിക്രമൻ അവരുടെ വീട്ടിലെ പട്ടിയല്ലേ, അത് പിന്നെ അക്രമം കാണിക്കൂലേ? എന്നാ പിന്നെ അവർ ഭാര്യയോട് ചോദിച്ചാ പോരായിരുന്നു? അവര് കണ്ടോണ്ടിരിക്കുവല്ലേ. കണ്ടോണ്ടിരിക്കണോ പിന്നെ എളുപ്പമല്ലേ, ചോദിക്കാവല്ലോ. അയ്യോ, കണ്ടോണ്ടിരിക്കുന്നവരെ ചെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. അവരെന്ത് കണ്ടോണ്ടിരുന്നേ? ടിവിയിലെ സീരിയല്. സീരിയൽ കണ്ടോണ്ടിരുന്ന ആർക്കായാലും ദേഷ്യം വരും. ഒരു മോളില്ല അന്നേരം? ഉണ്ടായിരുന്നു. അവളോട് ചോദിച്ചാ പോരാൻ? അവൾ അത്യാവശ്യമായിട്ട് ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയേക്കുവായിരുന്നു. അത്യാവശ്യമായിട്ടൊക്കെ ഒളിച്ചോടാനുണ്ട്? പിന്നെ അണ്ണാ, നീ വന്നേ. എന്താ പാടി? ഇങ്ങനെ ഒരു അത്യാവശ്യം വന്ന ആരായാലും ചെറുതായിട്ടൊന്ന് ഒളിച്ചോടും.
നിനക്ക് അങ്ങനെ വല്ല അത്യാവശ്യം ഉണ്ടോ? എനിക്കെങ്ങും ഇല്ല. ആ അതെ, എനിക്ക് ചെറിയൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്തുവാ? അല്ല, എനിക്കങ്ങ് കട്ടപ്പന തിരിച്ചു പോകണ്ടേ. ഓ, കട്ടപ്പന പോകുന്നത്. ആ അണ്ണാ, ഞാൻ വെച്ചുണ്ടാക്കട്ടെ. നീ എന്തിനാ ഒച്ച ഉണ്ടാക്കാൻ പോകുന്ന ഇപ്പൊ? ഒച്ച ഉണ്ടാക്കട്ടെ എന്നാണോ വെച്ചുണ്ടാക്കട്ടെ എന്ന്? ഓ, വെച്ചുണ്ടാക്കണ്ടത്. ആ. ശരി. പിന്നെ ആ. കട്ടപ്പനയിൽ എങ്ങനെയാ സ്ഥലമൊക്കെ? എല്ലായിടത്തും ഉള്ള പോലെ തന്നെ, മണ്ണും പുല്ലും ഒക്കെയാ. പക്ഷെ ഇവിടെ അങ്ങനല്ല കേട്ടോ. ഇവിടെ പിന്നെ എങ്ങനെയാണ്? ഇവിടെ പുല്ലും മണ്ണും ഒക്കെയാ. ആണോ? ആ. പിന്നെ നിങ്ങൾ ഇവിടെ വീട്ടിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവ് മാത്രമേ ഉള്ളൂ? അല്ലല്ല, പിന്നെ 2 മക്കളുണ്ട്. അവര് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക. അയ്യോ, എന്നാ ഇച്ചിരി കാശൂടെ കൊടുത്തില്ല, ഇരുത്തി പഠിപ്പിച്ചാലല്ലോ. അതല്ലെന്ന്, പിന്നെ പുറത്ത് നിന്ന് പഠിക്കുവാന്ന്. ആണോ? ആ. ഹോംവർക്ക് ചെയ്ത് കാണത്തില്ല, അതാ. അല്ല, ജോലി എന്തോന്നാ പറഞ്ഞേ? ഞാൻ ഒറ്റപ്പാലത്ത് നിൽക്കുമല്ലായിരുന്നു. എന്തിനാ ഒറ്റക്കാലം നിൽക്കുന്നേ? ഒറ്റക്കാലം നിൽക്കുമെന്നാണോ പറഞ്ഞത്? പിന്നെ ഒറ്റപ്പാലത്ത് ഞാൻ ജോലിക്ക് നിൽക്കുവാണെന്ന്. പിന്നെ കട്ടപ്പന നിൽക്കുവന്നല്ലേ പറഞ്ഞു മുമ്പ്? കട്ടപ്പനയിൽ എന്നെ കെട്ടിച്ചു വിട്ടത് എവിടാന്നല്ലേ പറഞ്ഞത്? കട്ടപ്പനയിലെ എന്നെ കെട്ടിച്ചു വിട്ടത് എവിടാന്ന് മനസ്സിലായില്ല. ഇല്ലേ? അതായത് ആണുങ്ങളില്ലാത്ത കുടുംബമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചത്ത് നിൽക്കുമായിരുന്നു. ചത്ത് നിൽക്കുന്നു? അല്ല, ദത്ത് നിൽക്കുമായിരുന്നു. ഓ, അങ്ങനെ. എണ്ണോ? ഓ, കിടക്കണ്ടായോ? നീ ഊണ് കഴിഞ്ഞിട്ട് കിടക്കാം. ഗ്യാസ് ഇല്ലെന്ന്. അണ്ടാ, ഗ്യാസ് തീർന്നെന്ന്. ചുമ്മാ ഇരുന്നപ്പോ പെറുക്കി തിന്നു കാണും. അതാ. അല്ല, ഇനിയിപ്പോഴേ പോകാനായിട്ടേ. അല്ല, കട്ടപ്പനക്ക് പോവില്ലേ? അല്ല, കട്ടപ്പനക്ക് ഇപ്പൊ ഒരു ബസ്സുണ്ട്. പക്ഷെ അത് എപ്പോഴാ പോണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, ചെന്നാലുവേ വണ്ടി കിട്ടത്തില്ല. ഓ, അങ്ങനെ. ഇപ്പൊ രമണന്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിനും രമണനും ഇല്ല, ഭാര്യയും ഇല്ല. എനിക്കാരെ വിശക്കുന്നുണ്ട്, ഉറക്കവും വരുന്നുണ്ട്. ഇനിയിപ്പൊ എന്നാ ചെയ്യുമെന്നുള്ളതൊക്കെയാ. എന്നാ പിന്നെ എങ്ങനെങ്കിലും വിശന്നിരുന്ന് ഉറങ്ങാൻ നോക്ക്. ഇപ്പൊ ഒരു ദിവസം വിശന്നിരുന്ന ആരും ചത്തൊന്നും പോകത്തില്ലല്ലോ. ഇല്ല. പിന്നെ എനിക്ക് വെളുപ്പിനെ കൊണ്ടോണ്ട് ഇച്ചിരി നേരത്തെ കിടക്കുവാണെങ്കിൽ നേരത്തെ പോകാൻ പറ്റും. ഓ, ആയിക്കോട്ടെ. എന്നാ പിന്നെ അങ്ങനെ ആട്ടെ. ഓക്കെ. അയ്യോ, പാപം. ഇത്രയും ദൂരത്തു നിന്നൊക്കെ വരുന്നല്ലേ, ഉറക്കൊക്കെ കാണും, നല്ല ക്ഷീണം കാണും. അതുകൊണ്ടും ഉറങ്ങിയേക്കാം. അയ്യോ, പാവം. ഗ്യാസ് ഇല്ലെന്ന് പറഞ്ഞ് എന്ത് വിശ്വസിച്ച് കിടക്കുമോ എന്ന് ആർക്കറിയാം. എന്തുവാ? അതെ, ഞാനൊരു ഗുഡ് നൈറ്റ്. ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നാണക്കേടായിപ്പോ. എന്ന് രാവിലെ മുഖത്തോട് മുഖം കണ്ടല്ലോ. എന്നാലും അതങ്ങനെ ശരിയാവും? എന്തുവാ? ഒന്ന് ഇറങ്ങി തന്നാ എനിക്ക് കേറിപ്പോവായിരുന്നു. അയ്യോ, സോറി, അബദ്ധം പറ്റിയതാണ്. സോറി. ഒന്നും വിചാരിക്കല്ലേ. അയ്യേ, ഇല്ല, ഒന്നും വിചാരിക്കല്ലേ. കണക്കേട്. അയ്യേ, ദൈവമേ, എന്തോ വിചാരിച്ച് കാണും പാവത്തങ്ങള്. വേറെ വല്ലവരുമാണ് വെട്ടി എന്നെ കീറിയനെ. അയ്യോ ദൈവമേ, ഈ വീട്ടുകാർക്ക് ദീർഘായുസ് കൊടുക്കണേ ഭഗവാനെ. തഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ. രമണന്റെ വീട്ടിൽ മരണം പറയാമെന്നാ. അതിനെതിരെ ഇവിടെ വന്ന് നടക്കുന്നത്? അല്ല, അവിടെ ചെന്നപ്പോ രമണന്റെ വീട്ടിൽ ആരുമില്ല, അവര് വീട് പൂട്ടിയിട്ടിട്ട് പോയി. അപ്പൊ ഈ വീട്ടുകാരാണ് പറഞ്ഞത് അവരുടെ ബന്ധുക്കാരാണ്, അതുകൊണ്ട് ഇവിടെ കിടന്നു, എന്നിട്ട് വെളുപ്പിനെ കട്ടപ്പനയ്ക്ക് പോകാമെന്ന്. ഈ വീട്ടുകാർ? ഈ വീട്ടുകാര്. ഈ വീട്ടുകാർ മരിച്ചത് 2 വർഷം കഴിഞ്ഞല്ലോ. ആണോ? അയ്യോ, അങ്ങനെ ചാടിക്കാരി മരിക്കാൻ നിൽക്കില്ലേ. നീ കാണാൻ മരിച്ചു പോയ നിന്റെ ചാക്കാല പറയാൻ 4 വർഷം മുമ്പ് മരിച്ച ഞാൻ പോകേണ്ടി വരും. നല്ല ഉഗ്രൻ സ്കിറ്റായിരുന്നു, നല്ല കൈഡി കൊടുക്കാം കേട്ടോ. ഞാൻ ഈ സ്ക്രിപ്റ്റിന്റെ ക്ലൈമാക്സിനാണ് ആദ്യം കൈയടി. നല്ല ക്ലൈമാക്സ് ആയിരുന്നു, നല്ല സ്ക്രിപ്റ്റും ആയിരുന്നു. പക്ഷെ നിങ്ങൾ എന്തോ പാകപ്പിഴകളൊക്കെ അതിൻ്റെ അകത്ത് കാട്ടിക്കൂട്ടി. പറഞ്ഞു കേട്ടത് റിഹേഴ്സൽ നല്ല രസമായിരുന്നെന്നാണ്. എന്ത് പറ്റി ഇവിടെ? ഇതിന് മുമ്പ് ചെയ്തു വെച്ചതിൻ്റെയൊക്കെ ഓരോ യൂട്യൂബിലൊക്കെ കിടന്ന് ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് കയറിക്കൊണ്ടേ ഇരിക്കുക. അതേപോലെ പിന്നെയും നല്ല നല്ല സാധനങ്ങൾ ഇട്ട് കൊടുത്താൽ പ്രേക്ഷകർ നിങ്ങളുടെ കയ്യിലിരിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിപ്പോൾ ഇതൊക്കെയാണ് വിഷയങ്ങൾ. ഓക്കെ, അടുത്ത പ്രാവശ്യം ഒന്നും ആകരുത്. ഓക്കെ, കുറ്റം പറയാനൊന്നുമില്ല, എനിക്ക് തോന്നിയിട്ട് കുറ്റം പറയാനൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഈ പ്രാക്ടീസിൻ്റെ കുറവുണ്ടോ എന്താണെന്ന് അറിയാൻ പാടില്ല. നല്ല മനോഹരമായിട്ട് കളിച്ചു പോയി. പക്ഷെ എന്നാലും നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചിരി കൂടുതൽ വേണമെന്നേ. നമ്മൾ കുറേ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്ന് അല്ലെങ്കിൽ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനകത്ത് കുറച്ച് ചിരിയൊക്കെ കയറണം. ചിരിയൊക്കെ കയറ്റി നല്ല വൃത്തിയും മനയ്ക്കും കൊണ്ടുവരിക. എനിക്കിഷ്ടപ്പെട്ടു. നന്ദി. താങ്ക് യു ജാഫർക്ക. പ്രചോദേട്ടാ, ഒന്ന് ആദ്യം പറയട്ടെ, നിങ്ങൾ 3 പേരും ഗംഭീര ആർട്ടിസ്റ്റുകളാണ്.
നിങ്ങളിവിടെ ചെയ്ത് വെച്ച് പോയ സാധനങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു സ്കിറ്റിൽ നിങ്ങളുടെ ടൈമിംഗ് പരിപാടി ആ രണ്ടുപേരുടെ ബെഡിൽ കിടന്നിട്ടുള്ള അപ്പൂപ്പൻ്റെ മോനോട് വിഷ്ണുവൊക്കെ പൊളിച്ചടിക്കും കേട്ടോ. ആ സാധനമൊക്കെ എന്തോരം വൈറലാണെന്നറിയാം ആ സാധനം. അപ്പം നിങ്ങളൊരു സാധനം ചെയ്യുമ്പോൾ ആൾക്കാർ അതുപോലെ പ്രതീക്ഷിക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്തു. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഈ ഫ്ലോർ ടെൻഷൻ ഒന്നും വേണ്ട. പ്രജിത്തിന് ആ ടെൻഷൻ, പ്രജിൻ്റെ ഫസ്റ്റ് ലുക്കിന് എന്തോ ആ പാട്ടുപാടിയുള്ള വരവ് തന്നെ എന്തൊരു കൈഡിയായിരുന്നു വിട്ടിരുന്നത്. വിഷ്ണുവിൻ്റെ അതുപോലെ 2 ക്യാരക്ടർ, അതിനൊരു ഉഗ്രം കൈഡിയാണ്, ഞെട്ടിച്ച് കളഞ്ഞു. ക്ലൈമാക്സ് എന്ന് പറഞ്ഞ ഈ അടുത്ത കാലത്ത് ഇങ്ങനൊരു സാധനം നമ്മൾ കണ്ടിട്ടില്ല. ഉഗ്രം ക്ലൈമാക്സാണ്. നിങ്ങളുടെ ആ കളിക്കിടയിലുള്ളൊരു മറ്റേ ആ ടെൻഷനും കൺഫ്യൂഷനും ഇല്ലായിരുന്നെങ്കിൽ ഈ സാധനത്തിന് നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്ക് വേറെ ലെവലാണ്. അതെ, സത്യം. നിങ്ങൾ തന്നെ വരുത്തി വെച്ച കാര്യങ്ങളാണ് പ്രജിയെ. തീർച്ചയായിട്ടും അത് നിങ്ങളിനി അടുത്തതിൽ ഇവിടെ ഒരു ടെൻഷൻ വേണ്ട. പ്രജിത്തിന് നല്ല ടെൻഷൻ ഉണ്ട്, ആ ടെൻഷൻ വേണ്ട പ്രജിത്തെ. നിങ്ങൾ ഈ പറയുന്ന പോലെ അടുത്തതിൽ ഇത് മേക്ക് ഓവർ ചെയ്ത് പോകാന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കൈയോടെ മാർക്സ് കൊടുക്കാം. ജാഫർക്ക് ആദ്യം തന്നെ മാർക്ക് വന്നോ? 8 മാർക്ക് കൊടുത്തു. 8,000 രൂപ. ഞാനൊരു 6 മാർക്ക് കൊടുക്കും. 8 6 14,000 രൂപ ആയിട്ടുണ്ട്. ചേട്ടാ ഇപ്പൊ ടോട്ടൽ എമൗണ്ട് 30,000 രൂപ. അടിപൊളി. അപ്പം ഉള്ള പേടിയൊക്കെ ഇവിടെ കളഞ്ഞിട്ട് പോയി ഉഷാറായിട്ട് തിരിച്ചു കേട്ടോ. കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ സ്റ്റാൻഡപ്പ്, ഒറ്റയ്ക്ക് വരുന്ന മോൺസ്റ്ററിന്റെ പരിപാടി സ്റ്റാൻഡപ്പ് ആണ്. ഓക്കെ, തള്ളലിൽ വന്ന് ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച ഒരാളാണ്. വിളിക്കട്ടെ? ലെറ്റ്സ് വെൽക്കം ലക്ഷ്മി ശ്രീ ഓമനക്കുട്ടൻ. ഓക്കെ ലക്ഷ്മി, വെൽക്കം ബാക്ക്. കുടുംബത്തിലേക്ക് പിന്നെയും തിരിച്ചു വന്നിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ പറ. സുഖം, ഹാപ്പി ആയിട്ട് പോകുന്നു, കുഴപ്പമില്ല. ഇവിടെ നസീർക്കുണ്ട്. അന്ന് പ്രചോദേട്ടനില്ലായിരുന്നു, ഇന്ന് പ്രചോദേട്ടനുണ്ട്. അന്ന് ജാഫർക്ക് ഇല്ലായിരുന്നു, ഇന്ന് ജാഫറൊക്കെ ഉണ്ട്. ഒരു ഹായ് പറഞ്ഞോളൂ. നമസ്കാരം ലക്ഷ്മി. അല്ല, അന്ന് വന്നിട്ട് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ലക്ഷ്മി? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പുറത്തൊക്കെ പോയിട്ട് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് എപ്പോഴും ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പം കുറച്ച് ദിവസത്തെ ഇടവേളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുതിയൊരു ഐറ്റമായിട്ട് ഇറങ്ങിയേക്കുവാണ്. അതെ, പൊളിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞങ്ങൾ അവിടെ ഉണ്ടാവേ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി ശ്രീ ഓമനക്കുട്ടൻ. ഇപ്പം ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങളോടൊരു വിശേഷം പറയാനാണേ. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം എന്നെ പെണ്ണ് കാണാൻ ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഓർക്കും ഇതെൻ്റെ ആദ്യത്തെ പെണ്ണ് കാണലായിരിക്കുമെന്ന്. അല്ലേ അല്ല, ഇതിനു മുമ്പ് ഒരുപാട് പേര് എന്നെ പെണ്ണ് കണ്ട് പോയിട്ടുമുണ്ട്. അവർ വന്ന ദിവസമൊക്കെ ഒരു ചരിത്ര ദിനമായിട്ട് മാറിയിട്ടുമുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ അപ്പാച്ചൻ, അതായത് എൻ്റെ അപ്പൂപ്പൻ, പുള്ളി ഒരു പഴയ പട്ടാളക്കാരനാണല്ലോ. അപ്പം അതുകൊണ്ട് പുള്ളിക്കാരൻ ഇവർ വരുന്ന ദിവസം അങ്ങ് പട്ടാളത്തിലെ പഴയ കഥകളൊക്കെ അങ്ങ് പറഞ്ഞ് ഈ സംഭവം ഒരു ചരിത്ര ദിവസമൊക്കെ അങ്ങ് മാറ്റുക. അപ്പം ഈ പുള്ളിക്കാരന് ഒരേ ഒരു നിർബന്ധം, എന്നെ ഗാനമേളയ്ക്ക് പാടുന്ന ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടേ കല്യാണം കഴിപ്പിക്കത്തുള്ളൂ എന്ന്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു ചേട്ടൻ ഇതുപോലെ കൊണ്ടുവന്ന് ഗാനമേളയ്ക്ക് പാടുന്ന ആളാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കല്യാണമൊക്കെ ഏതാണ്ട് സെറ്റായതാ. അപ്പോൾ അന്നേരം നമ്മൾ ഈ നാട്ടിലിറങ്ങി അന്വേഷിക്കുന്നൊരു ഏർപ്പാടുണ്ടല്ലോ. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഈ പുള്ളിക്കാരൻ ഈ പ്രോഗ്രാം നടത്തി നാട്ടിൽ. അപ്പോൾ നാട്ടിലൊരു പ്രോഗ്രാം നടത്തിയപ്പോൾ ഈ ഫ്രണ്ട്സ് പയ്യന്മാരൊക്കെ ഫ്രണ്ട് ഇരുന്ന്, അളിയാ അടിപൊളിയാക്കണം കേട്ടാ, സംഭവം അടിപൊളിയാക്കണേ, അടിപൊളി. അപ്പം ഇത് കേട്ട് പുള്ളി ഓർക്കാതെ മൈക്കെടുത്ത് അടിപൊളി ഭഗവാൻ എന്ന് പാടിയ ഒരു ചരിത്രം ഉണ്ടെന്ന് അറിഞ്ഞ കാരണം ഞങ്ങൾ പിന്നെ അതങ്ങ് വേണ്ടാന്ന് വെച്ച്. ഇപ്പോൾ വരുന്ന ചേട്ടൻ അങ്ങനെയൊന്നുമല്ല, നല്ല അടിപൊളി പാട്ടുകാരനാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ വരുന്നു എന്നറിഞ്ഞിട്ട് എൻ്റെ അമ്മ ഒരു ലോകം കണ്ട ജഡിപ്രാന്തിയാണ്. ഈ പുള്ളിക്കാരിയെ കണ്ട ആന്തൂറിയം, ഓർക്കിഡ് ഇതെല്ലാം കൊണ്ട് ഈ വീട് മൊത്തം അങ്ങ് അലങ്കരിച്ച് സെറ്റാക്കി വെച്ചിരിക്കുക. അപ്പം പയ്യൻ്റെ അമ്മാവനും കൂടെ ഇരുന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ എൻ്റെ അപ്പാച്ചനും പയ്യൻ്റെ അമ്മാവനും കൂടെ അങ്ങ് നല്ല കമ്പനിയായി. അന്നേരം അപ്പാച്ചൻ പെട്ടെന്ന് പറഞ്ഞു ചായ. അപ്പോൾ പയ്യൻ്റെ അമ്മാവൻ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, അവൻ്റെ അച്ഛൻ്റെ അതേ മുഖച്ചായ തന്നെയാണ്, ഒരു കുഴപ്പമില്ല. അല്ല അതല്ല, കുടിക്കുന്ന ചായ നമുക്ക് ഷുഗർ ഉണ്ടേ, അപ്പം നമുക്ക് വിത്തൗട്ടാണ്, മധുരം പാടില്ല. അപ്പോൾ പയ്യൻ പറഞ്ഞ് നമുക്കല്ല അപ്പാച്ചന് ഷുഗർ ഉണ്ട്, എനിക്ക് മധുരമൊക്കെ കഴിക്കാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം അന്നേരം പയ്യൻ്റെ അമ്മാവൻ പറഞ്ഞു എനിക്ക് ചായ വേണ്ട, പകരം ഒരു ഗ്ലാസ് സംഭാരം, നല്ല കരണം പൊട്ടി മുളകൊക്കെ ഇട്ട് അങ്ങോട്ട് ഒട്ടച്ച് റെഡിയാക്കി എടുത്ത സംഭാരം. ഈ കരണപ്പൊട്ടി മുളകെന്ന് വെച്ചാൽ നമ്മളെ മീനിലിടുന്ന മുളക് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ സംഭവമൊക്കെ റെഡിയാക്കി വാതിലിൻ്റെ മറവിൽ ഇങ്ങനെ നിൽക്കുക. കാരണം ആ സ്ഥിരം എൻട്രി ഡയലോഗ് വരണമല്ലോ. അപ്പോൾ എന്നെ നിരാശപ്പെടുത്തണ്ടല്ലോ എന്ന് ചപ്പാച്ചൻ പെട്ടെന്ന് എൻട്രി ഡയലോഗ് അടിച്ച്
ബേബി കുട്ടി എങ്ങോട്ട് വിളിച്ചോളുക. അത് കേൾക്കേണ്ട താമസം ഞാൻ ട്രേയും ആ ട്രേയിൽ ഒരു മൊന്ത സംഭാരവും ചായയൊക്കെ ആയിട്ട് നേരെ കൊണ്ടങ്ങ് വെച്ച്. ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ ഈ റിയാലിറ്റി ഷോയുടെ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന കുട്ടികളുടെ അവസ്ഥ എൻ്റേത്. ഇന്നാകോ ഔട്ടാകോ അറിയത്തില്ല. കാരണം ഈ ഇടയ്ക്ക് ഇതുപോലെ ഒരു ചേട്ടൻ വന്ന് എന്നെ കണ്ടതാ. അപ്പം ഈ പുള്ളിക്കാരൻ എന്നെ വന്ന് കണ്ടേച്ച് പോയിട്ട് വീട്ടിൽ ചെന്നപ്പോൾ പുള്ളിക്കാരൻ്റെ അമ്മ ചോദിച്ചാൽ മക്കളെ കൊച്ചെങ്ങനെയുണ്ട്? അപ്പോൾ പുള്ളിക്കാരൻ ഉടനെ പറഞ്ഞു അമ്മ ഓഡിയോ സൂപ്പറാ, വീഡിയോ അത്ര പോരാ. അപ്പം എന്തായാലും ഞാൻ ഈ വന്ന ചേട്ടൻ എന്നെ നോക്കുന്നില്ല, പുള്ളിക്കാരൻ ആ ചെടിയിലോട്ട് നോക്കിയിരിക്കുക. അപ്പോഴേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ അമ്മയെക്കാളും വലിയ ചെടിപ്രാന്തൻ ആ മനുഷ്യനെന്ന്. എൻ്റെ ദൈവമേ, പടപേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തളം സിസ്റ്റേഴ്സിൻ്റെ കുത്തിയോട്ടം എന്ന് പറഞ്ഞ അവസ്ഥയായി. എന്തായാലും ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പം പെട്ടെന്ന് അപ്പാച്ചൻ പറഞ്ഞു മക്കളെ മോനെ നീ ഒരു 2 വരി പാട്ട് പാട്, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. അപ്പോൾ പുള്ളിക്കാരനെ ചെടിയെ നോക്കിക്കൊണ്ടൊരു ഒറ്റ പാടല ആന്തൂറിയം. പെട്ടെന്ന് ഞങ്ങൾ ചെവിയിലോട്ട് കൈവച്ച് അടുത്ത വരി കേൾക്കണ്ട. പുള്ളി ഭാഗ്യത്തിന് പാടിയില്ല. അപ്പൊ കൂടുതൽ പാടി കുളമാക്കണ്ടായല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ ചർച്ച അങ്ങ് മാറ്റി. അപ്പൊ ചർച്ച മുറുകിയപ്പം കുറച്ച് മിക്സ്ചർ എടുത്ത അമ്മാവൻ ഇങ്ങനെ കഴിക്കാനായിട്ട് ഒരുങ്ങുവാ. അപ്പൊ ഇങ്ങനെ ഈ മിക്സ്ചർ എടുത്തതും ഈ ഒരു കടലമണി തെട്ടി നേരെ ഈ വാച്ചിന്റെ സൈഡിലോട്ട് അങ്ങ് വീണ്. ഒരു അരിമണി പോലും വെറുതെ കളയാത്ത അമ്മാവൻ ആ കടലയും കൂടെ കിട്ടിക്കോട്ടെ നിർത്തി ഫോക്കസ് ചെയ്തത് ഇങ്ങനെ ഒരു ഇടല. കടല കൃത്യമായിട്ട് അമ്മാവൻ്റെ വായിലോട്ട് പോയി. മിക്സർ ശകലം പോലും വേസ്റ്റ് ചെയ്യാതെ അപ്പുറത്തിരുന്ന പയ്യൻ്റെ കണ്ണിലോട്ട് അങ്ങ് പോയി. പിന്നെ അന്നേരം ഈ വെപ്രാളം എരിഞ്ഞങ്ങ് നിൽക്കുമല്ലേ, അന്നേരം പെട്ടെന്ന് ഈ മൊന്തയിലിരുന്ന വെള്ളമാണെന്ന് കരുതി പുള്ളിക്കാരൻ ഈ കരണം പൊട്ടി മുളകിട്ട് ഉടച്ച് ആ തൈര് അങ്ങോട്ട് എടുത്ത് കൊടുത്ത് മോനെ മുഖം കഴുകിക്കുമെന്ന്. ഇതങ്ങോട്ട് കഴുകുകയും പിന്നെ ഒന്നും പറയുകയും വേണ്ട. എന്തായാലും ആ പ്രശ്നങ്ങളെല്ലാം അങ്ങ് ഒതുങ്ങി ഞങ്ങൾ വീണ്ടും ചർച്ചയിലേക്ക് എത്തിയപ്പോൾ ഈ പെണ്ണുകാണൽ തുടങ്ങിയ അന്ന് മുതൽ ഇന്നേ വരെ കൃത്യമായിട്ട് കേട്ടോണ്ടിരിക്കുന്ന ആ ക്ലീഷേ ഡയലോഗ് അമ്മാവൻ വളരെ പുതുമയോടെ അങ്ങ് അവതരിപ്പിച്ച്, പഴയ കാലമൊന്നുമല്ല, കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ കാണും, എന്നാൽ അവരൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കട്ടെ, നമുക്ക് മാറിക്കൊടുക്കാം. ഇത് കേൾക്കേണ്ട താമസം ഞങ്ങൾ രണ്ടുപേരും 2 സൈഡിലോട്ട് പോയി നിന്ന് ഒറ്റയ്ക്ക് അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പം എൻ്റെ വീട്ടുകാർക്ക് സമാധാനം, ഇവരുടെ സംസാരം ഇങ്ങനെയാണെങ്കിൽ തമ്മിൽ തന്നെ ഉണ്ടാവത്തില്ലല്ലോ എന്നോർത്ത് കല്യാണം അവരങ്ങ് ഫിക്സ് ചെയ്ത്. അപ്പോൾ കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി ഒരു ഗാനമേള ട്രൂപ്പൊക്കെ അങ്ങ് തുടങ്ങണമെന്നായി തീരുമാനം. അപ്പോൾ ട്രൂപ്പ് തുടങ്ങുന്ന ട്രൂപ്പിനൊരു പേര് വേണമല്ലോ. അപ്പം പയ്യൻ ചോദിച്ച് അമ്മാവാ 2 പെണ്ണുങ്ങൾ ചേർന്ന് അവതരിപ്പിക്കുന്ന പരിപാടിക്ക് തിരുവനന്തപുരം സിസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞൂടെ? പറയാം മക്കളെ. അപ്പം 2 ആണുങ്ങൾ ചേർന്ന് അവതരിപ്പിക്കുന്ന പരിപാടിക്ക് തിരുവനന്തപുരം ബ്രദേഴ്സ് അവതരിപ്പിക്കുന്ന പരിപാടി എന്നും പറഞ്ഞൂടെ? പറയാം മക്കളെ. അപ്പോൾ ഒരാണും പെണ്ണും കൂടെ നടക്കുന്ന പരിപാടിക്ക് നമ്മൾ എന്തിനു പറയൂ അമ്മാവാ? അന്നേരം അപ്പാച്ചൻ പറഞ്ഞു മക്കളെ ഇതിന് അവിഹിതമെന്ന് പറയൂന്ന്. എന്തായാലും കൂടുതൽ അപ്പാച്ചൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് ഓർത്തപ്പോൾ തന്നെ അപ്പാച്ചൻ പെട്ടെന്ന് എന്നെ അങ്ങ് പുകഴ്ത്താൻ തുടങ്ങി. നിങ്ങൾ വിചാരിക്കുന്ന പുള്ളിയൊന്നല്ല എൻ്റെ മോള്, അവൾ സെറ്റാണ്, കിടിലമാണ്. അവളെക്കുറിച്ച് കൂടുതൽ അറിയണേ ബസ് സ്റ്റാൻഡിലോട്ട് പോയെന്ന് അന്വേഷിക്കണം. എൻ്റെ നെഞ്ചങ്ങ് കാളിപ്പോയി കേട്ടോ. അപ്പോൾ അന്നേരം അവർ പറഞ്ഞു, അപ്പാച്ചൻ പെട്ടെന്ന് പറഞ്ഞു അവിടെ അവർ വലിയ ഫ്ലക്സൊക്കെ വെച്ചിട്ടുണ്ട്, അതാ ഗാനമേളയ്ക്കൊക്കെ പാടുന്ന കൊച്ചല്ലേ. അത് കേട്ടപ്പോഴെനിക്ക് ആശ്വാസമായത്. പെട്ടെന്ന് അപ്പാച്ചൻ പറഞ്ഞു മക്കളെ നീ ഒരു 2 വരി പാടി ലക്ഷ്മി, കാരണം ഇനിയിപ്പം അടിച്ചുപൊളിയുടെ കാര്യമില്ല, നീ ഒരു അടിച്ചുപൊളി പാട്ടങ്ങ് പാട്. ഞാനെന്നാ വിചാരിച്ചപ്പോഴത്തെ ട്രെൻഡ് പാട്ട് തന്നെ അങ്ങ് പാടിക്കളയാന്ന്. അപ്പം ഞാനങ്ങ് പാടി. എൻ്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 26, പാട്ടുകാരിയായ എന്നെ കെട്ടാൻ വന്ന ചേട്ടൻ്റെ പാട്ട് മുഴുവൻ പിച്ച വിട്ട് ഓം തനനനന തന്തനന തന്തനന തന തന്തനന തന്തനന ഇതങ്ങോട്ട് പാടുകയും ഈ പയ്യൻ്റെ അമ്മാവനും കൂടെ എഴുന്നേറ്റ് എന്നാക്കിക്കൊണ്ടൊരു ഒറ്റ പോക്ക. ഞങ്ങളങ്ങ് ഞെട്ടിപ്പോയി. അപ്പാച്ചെന്നെ 4 തെറി. നിനക്കിതിൻ്റെ വല്ല കാര്യമുണ്ട്? ആ ചെറുക്കൻ്റെ പാട്ട് പിച്ചോട്ടാന്ന് പറയേണ്ട വല്ല ആവശ്യം നിനക്ക് ഉണ്ടായിരുന്നോ കൊച്ചേ? എന്നെ പരിപാടിയാണ് കാണിച്ചത്. എന്തായാലും ഞാൻ ആ കൊച്ചനെ ഒന്ന് വിളിക്കട്ടെ. അപ്പാച്ചൻ പെട്ടെന്ന് വിളിച്ചിട്ട് പുള്ളി ഇങ്ങനെ സത്തനായിട്ട് നിൽക്കുമോ. ഞാൻ ചോദിച്ചാൽ എന്നാ അപ്പാച്ച എന്നാ പറ്റി? അപ്പോൾ പുള്ളി പറയാം മക്കളെ നീ അവൻ്റെ പാട്ട് പിച്ചോട്ടാന്ന് പറഞ്ഞുകൊണ്ടല്ല അവൻ ഇറങ്ങിപ്പോയത്. പിന്നെ എന്തപ്പാച്ച? നീ അവൻ്റെ തന്തയ്ക്ക് വിളിച്ചെന്നാ അവര് പറയുന്നത്. തോം തനനന തന്തനന തന്തനന. ഇപ്പോഴത്തെ പാട്ടുകൾക്കൊക്കെ ഇങ്ങനെ ചില പ്രശ്നമുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും ഞാൻ വേറൊരു അടിച്ചുപൊളി പാട്ടൊക്കെ പാടി ആ തെറ്റിദ്ധാരണയൊക്കെ മാറ്റി കാര്യങ്ങളൊക്കെ അങ്ങ് ഫിക്സ് ചെയ്ത്. ലക്ഷ്മി എപ്പോഴത്തെ പോലെ അടിപൊളി, നല്ല കൈഡി. പാട്ടും സ്റ്റാൻഡപ്പും 2 കലക്കി. പ്രജോദേട്ടാ ഇത് ഈ പാട്ട് പ്രാക്ടീസ് ചെയ്യാനും ഇത് പാടാനും ഈ സ്റ്റാൻഡപ്പ് കോമഡിക്ക് അപ്പോൾ എപ്പോഴാണ് സമയം കിട്ടുന്നത്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി സ്റ്റാൻഡപ്പ് ചെയ്യാനും കോമഡി ചെയ്യാൻ പൊതുവെ ഇഷ്ടമാണ് എനിക്ക്. അല്ല ഞാൻ ചോദിക്കുന്നത് ഇതിന് ടൈമിംഗ് എന്ത് കൃത്യമായിട്ട് പറഞ്ഞ് രജിസ്റ്റർ ആക്കി കയ്യടി മേടിച്ചു ലക്ഷ്മി. ഇതാരാണ് ഈ സ്ക്രിപ്റ്റ്, സ്റ്റാൻഡപ്പ് കോമഡി ഇന്നത്തെ സ്ക്രിപ്റ്റ് ആരാണ് എഴുതുന്നത്? സ്ക്രിപ്റ്റ് എൻ്റെ ഗുരുജി പ്രേംജി സാറാണ് സ്ക്രിപ്റ്റ് ചെയ്തത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഗ്രൂമേഴ്സ് ചേട്ടന്മാർ അതിനകത്ത് കുറെ സംഭവമൊക്കെ ചേർത്ത് ഗംഭീരമാക്കി. അടിപൊളി.
ലക്ഷ്മിക്ക് നല്ല കോൺഫിഡൻസ് ആണ്. ഒന്ന് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ലക്ഷ്മിക്ക് നല്ല കോൺഫിഡൻസ് ആണ്. അതായത് ഇപ്പം ജീവ അവിടെ നിന്ന് പറഞ്ഞ് ജീവ ഇങ്ങ് പോകുന്നു, ലക്ഷ്മി പിന്നെ ആ സ്റ്റേജ് അങ്ങ് ഏറ്റെടുത്ത് കൈകാര്യം ചെയ്ത് വളരെ രസകരമായിട്ട് പോയി. ഞാൻ ഏറ്റവും അധികം ആസ്വദിച്ചത് എൻ്റെ പേര് പെണ്ണ് എനിക്ക് കാര്യം അത് വളരെ കൃത്യമായിട്ട് എൻ്റെ ലൈനൊക്കെ എഴുതി അത് പിച്ച് ഔട്ട് കാര്യം ഇത് ഇപ്പോഴത്തെ ട്രെൻഡിൽ നിൽക്കുന്ന ഒരു പാട്ടാണ്. അതിന് മനോഹരമായൊരു കഥയുണ്ടാക്കി, അതിന് പിന്നിലും കുറേ രസകരമായ മിച്ചർ, കടല, അമ്മാവൻ്റെ കഥകളൊക്കെ രസകരമായൊരു പെണ്ണ് കാണച്ചടങ്ങ് അവിടേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ എൻഡിങ് ഇതൊന്നും വിചാരിക്കാത്ത അസാധ്യമായൊരു പാട്ടിൽ കൊണ്ട് നിർത്തി എന്നുള്ളതാണ് കേട്ടോ ലക്ഷ്മി. അപ്പോൾ ഇനിയും ഇടയ്ക്ക് വരിക, ഇതുപോലുള്ള ഒരുപാട് നല്ല പാട്ടുകളും നല്ല കഥകളും ഒക്കെ ആയിട്ട് വരിക. എപ്പോൾ വേണമെങ്കിൽ വരാം കേട്ടോ. തീർച്ചയായും. ഓക്കെ ലക്ഷ്മി, ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു പ്രചോദേട്ടാ. നമ്മളിത് രണ്ടാമത്തെ പ്രാവശ്യമല്ലേ, അതുകൊണ്ട് ലക്ഷ്മിയുടെ കഴിവ് എന്താണെന്ന് നമുക്കറിയാം. ഓൾറെഡി ഒന്നും ഇവിടെ വന്ന് പ്രൂഫ് ചെയ്തിട്ട് പോയതാണ്. ആ കൂട്ടത്തിൽ അന്നും പാട്ട് പാടിയില്ലായിരുന്നു. അന്നും പാടി, ഇന്നും പാടി. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് ചിരിക്കാനും ആസ്വദിക്കാനും ഉള്ള വിഭവമാണ് കൊടുത്തിട്ട് പോകുന്നത്. അപ്പോൾ വെരി ഗുഡ്. അടുത്ത പ്രാവശ്യം ഇനിയും വരിക. തീർച്ചയായും വരും. നല്ല ചിരികളും ഉള്ള ഒരു കണ്ടന്റുമായിട്ട് ഇനിയും വരിക. തീർച്ചയായും. ഓക്കെ. മോള് ഈ കഥ പറഞ്ഞില്ലേ, ഒരു സിനിമ കാണുന്ന ഒരു മൂടായിപ്പോയി. നല്ല പേടിക്കെട്ട്. സംഗീതം പഠിക്കുന്നുണ്ടല്ലേ? പഠിക്കുന്നുണ്ട്. ഗംഭീരമായിപ്പോയി. ഞാൻ രക്ഷപ്പെടും കേട്ടോ. എങ്ങനെയാലൊക്കെ ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടുവാ. വലിയ ആളായിട്ട് വാ കേട്ടോ. ഓക്കെ, താങ്ക് യു ജാഫർക്ക. അപ്പൊ ലക്ഷ്മിക്കുട്ടി ഇനിയും ഇത്രയും ഗ്യാപ്പ് ഇടാതെ പെട്ടെന്ന് വരണം കേട്ടോ. ഞാൻ വരും, ഇനി ഉറപ്പായിട്ടും വരും. എന്റെ ഫാമിലി ആണെന്ന് ഉള്ളത് കൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും വരണമല്ലോ. തീർച്ചയായിട്ടും കുറെ തമാശയും ഇതേപോലെ പാട്ടൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടിച്ചു പൊളിക്കാം. തീർച്ചയായിട്ടും. ഓക്കെ ലക്ഷ്മി, അപ്പൊ നല്ലൊരു കൈഡ് കേട്ടോ ലക്ഷ്മിക്ക്. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ. അപ്പം ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ഇന്നത്തെ സമയം കഴിഞ്ഞിട്ടുണ്ട്. പോയി നന്നായിട്ട് ഉറങ്ങി അടുത്ത എപ്പിസോഡിൽ വരാം. ഓക്കെ. അപ്പൊ റെസ്റ്റ് എടുക്കണം ജാഫർക്ക, റെസ്റ്റ് എടുക്കണം. നാളെ നമുക്ക് ചിരിക്കാനുള്ളതാ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഗുഡ് നൈറ്റ്.